Hello everyone, welcome to Delicious Recipes. പാലക് പക്കോടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് പാലക്കാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാം. 1/2 ടീസ്പൂൺ ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. 2 നുള്ള് കായം കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വീതം പാലക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാലക്ക് ചേർത്തിട്ടുള്ള പല കറികളും മിക്ക കുട്ടികളും കഴിക്കാറില്ല. പക്ഷെ ഇതുപോലെ പക്കോടയുടെ രൂപത്തിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ ഞാൻ ഈവനിങ് സ്നാക്സിൻ്റെ കുറച്ച് റെസിപ്പികൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെതുവടയും ബീട്രൂട്ട് കട്ട്ലറ്റും മുറുക്കും അങ്ങനെ കുറച്ച് റെസിപ്പികളൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ പാലക് പക്കോടയുടെ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ 2 വശവും നന്നായിട്ട് പൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപോലെ ബാക്കിയുള്ള പാലക്ക് നമുക്ക് കുറച്ച് വീതം എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൂടി ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.